ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആലിക്കൽ ചിറ പ്രദേശത്തെ ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും കോൺഗ്രസും രംഗത്തെത്തി. ആലുക്കൽ ചിറപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണും പുഴയിലേക്ക് നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളും മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ഷാജി വർഗീസ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തും ഇറിഗേഷനും തക്ക സമയത്ത് നടപടികൾ സ്വീകരിക്കാത്തത് മൂലം മഴ ശക്തമായപ്പോൾ പ്രദേശത്തെ ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ ആലിക്കൽ ചിറ പാലത്തിനടുത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു 5-8 ലോഡ് മണ്ണ് ഒരു സൈഡിലായിട്ട് കൂമ്പാരം കൂട്ടി കിടന്നിരുന്നു. ഒരു മാസം മുന്നേ തന്നെ ഈ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇറിഗേഷന് കൊടുക്കാമെന്നും ആ മണ്ണ് ഇതുവരെ മാറ്റാത്തതിനാൽ ഇവിടെ വെള്ളക്കെട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ്. ഏതു സമയവും വെള്ളം കയറുമെന്നുള്ള ഭീഷണിയിലാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലായി 10-30 വീടുകളാണ് ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുള്ളത്. ഇത് പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥയാണ്. അതുപോലെ തന്നെ പെട്രോൾ പമ്പിന്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു മുളംകൂട്ടം പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. ഒരു 1.5 മാസത്തോളമായി ഞങ്ങൾ അതിന് പരാതിയായിട്ട് പഞ്ചായത്തിലും പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ സ്റ്റാഫുകളൊക്കെ വന്ന് നോക്കി. അത് ഇപ്പം മുറിക്കാം, ഇന്ന് മുറിക്കാം, നാളെ മുറിക്കാം, പണിക്കാർ വന്ന് നോക്കലും ഒക്കെ ഉണ്ടായി. ഇതുവരെ ആ മരം അവിടുന്ന് മുറിച്ച് മാറ്റിയിട്ടില്ല. അവിടെയും 10-25 കുടുംബങ്ങൾ ഇതേപോലെ വെള്ളപ്പൊക്കത്തിൽ എല്ലാ വർഷവും പാടുപെടാറുണ്ട്. ഈ ഒരു അനാസ്ഥ പഞ്ചായത്തിന്റെ തരത്തിലുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് മാറ്റി തരണമെന്ന് ഇതിന്റെ അധികാരികളോട് വാർഡ് മെമ്പർ എന്ന നിലയിൽ പറയുന്നു. വർഷകാലത്ത് സാധാരണ വെള്ളം കയറാറുള്ള പ്രദേശമാണിത്. പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിൽ ആയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അപ്പോൾ പഞ്ചായത്ത് അധികാരികൾ, പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷാംഗങ്ങൾ ഒരുപാട് തവണ പഞ്ചായത്ത് യോഗങ്ങളിലും മറ്റും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റു അധികാരികളോടൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും ഈ പുഴയുടെ വെള്ളം സുഗമമായി കടന്നു പോകുന്നതിന് അതിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ ഇതുവരെ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. ഇനിയും ഈ മഴ ശക്തിയാകുന്നതിന് മുൻപ് ഈ പ്രദേശവാസികൾക്ക് സമാധാനത്തോടുകൂടി അന്തിയുറങ്ങാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. കാരണം ഈ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും അവർക്കതിന് വേണ്ട വില പഞ്ചായത്ത് ഭരണസമിതി കാണണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. സമയബന്ധിതമായി പാലം പണി തീർക്കാത്തത് മൂലം വെള്ളം ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഇത് വെള്ളപ്പൊക്ക ഭീഷണിയിൽ വീട് മാറിപ്പോകേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ എന്നിവർ ആവശ്യപ്പെട്ടു. You are watching VCV News.